ഇത് നടക്കുന്നത് ഇപ്പോൾ UDF ആണ് ഈ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ UDFൻ്റെ ഓഫീസിലാണ് ഇവർ കയറിയിരിക്കുന്നത്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ക്രിയകൾക്ക് തടസ്സം ഉണ്ടാക്കി അവരെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേസ്. ഇത് കോൺഗ്രസ് KSUക്കാരാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പിണറായി സഖാവിൻ്റെ പോലീസ് ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കൂ? കാരണം ഉദാഹരണം, നവകേരള യാത്ര ഉണ്ടായില്ല. ഈ നവകേരള യാത്രയിൽ അവരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ തല്ലിച്ചതച്ചത് പോലീസ് മാത്രമല്ലല്ലോ, ഇവരെ ഗുണ്ടകളല്ലേ. അപ്പോൾ ഇവരായിരുന്നെങ്കിൽ ഇതുപോലെ ചെയ്യുമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ പോലീസ് സംയമനം പാലിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ 10 പേരെ താട്ടെ. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ബ്രിട്ടാസും നേതാക്കന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾ ഈ 10 പേരെ തരാം എന്ന് പറയുന്നത്. പക്ഷേ പോലീസിന് ഈ 10 പേരെ കൊണ്ട് പോയാൽ മതിയാവും. കാരണം മുകളിൽ നിന്നുള്ള നിർദ്ദേശം അങ്ങനെയാണ്. നേരത്തെ സുരക്ഷ ഒരുക്കി കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയാത്തതുകൊണ്ട് അവരാകെ അവരുടെ സ്റ്റാറ്റസിന് കോട്ടം സംഭവിച്ചിരിക്കുകയാണ് പോലീസിൻ്റെ. അപ്പോഴാണ് ഈ പ്രതികളെ പോലും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് അവർ ചോദിക്കും. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? ഇവർ വരുന്ന പാർട്ടി ഓഫീസിൽ ഞങ്ങൾ ഇല്ല, പാർട്ടി ഓഫീസിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവരെ ഈ ഒരു കാറിൽ കയറ്റി അല്ലെങ്കിൽ ഒരു വണ്ടി കയറ്റി 10 പേരെയും സ്റ്റേഷനിൽ എത്തിക്കട്ടെ, പോലീസ് അവിടെ നിൽക്കട്ടെ, അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അതും അവർ ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ തിരിച്ചായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ഇവരുടെ പാർട്ടി ഓഫീസിൽ കയറി അവർക്ക് നാണക്കേടാന്ന് വിചാരിക്കും. ഈ പോലീസ് അവിടെ നിൽക്കട്ടെ, സ്റ്റേഷനിലേക്ക് ഈ 10 പേരെ അങ്ങോട്ട് അയച്ചിട്ട്, ഒരു വണ്ടി കയറ്റി അയച്ചിട്ട് അവിടെ നിന്ന് വിളിച്ചാൽ മതിയില്ല. അതെ 10 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ക്യാമറ കണ്ട ആളുകളൊക്കെയാണ്, വെരിഫൈ ചെയ്തോളാൻ പറഞ്ഞു കഴിയുമ്പോൾ പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങിക്കോളും, പ്രശ്നം തീരല്ലോ. പക്ഷെ അതും ചെയ്യുന്നില്ലല്ലോ ഇവരെത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ എത്തിക്കാതെ ഇവർ വേറെ വല്ല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് അവിടെ നാണം കെടും.